ഹായ് ഓൾ, വെൽക്കം ടു മൈ ക്ലാസ്. നമ്മുടെ ഓണപരീക്ഷ ഇങ്ങോട്ട് എത്തി. അപ്പോൾ നിങ്ങളെല്ലാവരും പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ചാപ്റ്റർ 2 ആയിട്ടുള്ള ആസിഡ്സ് ആൻഡ് ബേസസ്, അതായത് 7th സ്റ്റാൻഡേർഡ് ബേസിക് സയൻസിലെ ചാപ്റ്റർ 2 ആയിട്ടുള്ള ആസിഡ്സ് ആൻഡ് ബേസസിന് എങ്ങനെ ക്വസ്റ്റ്യൻസ് വരാം, നമുക്ക് എങ്ങനെ പഠിക്കണം, ഏതൊക്കെ ഭാഗം ഫോക്കസ് ചെയ്യണം എന്നതിനെ പറ്റിയിട്ടുള്ള വീഡിയോസാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ നമ്മളിടുന്ന വീഡിയോസൊക്കെ നിങ്ങളുടെ കൂട്ടുകാർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ആസിഡ്സ് ആൻഡ് ബേസസ്, അപ്പോൾ ഫസ്റ്റ് 2 ചാപ്റ്റർ കുറച്ച് വെയിറ്റേജ് കൂടിയ ചാപ്റ്ററാണ്. നമുക്ക് 3 ചാപ്റ്ററാണ് ഉള്ളത് എന്നറിയാം. അപ്പോൾ ആസിഡ്സ് ആൻഡ് ബേസസിൽ നമുക്ക് ഒരു എക്സ്പീരിമെൻറ്റ് എന്തായാലും പ്രതീക്ഷിക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആദ്യം നിങ്ങൾ നല്ല രീതിക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസേഴ്സിൻ്റെ ലിങ്ക് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്യാം. പിന്നെ അതുപോലെ ഈ ചാപ്റ്ററിൻ്റെ ഫുൾ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കും കൂടി ഞാൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ ഞാൻ ഈ ചാപ്റ്റർ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യല്ല ചെയ്യുന്നത്, ഓരോ ഭാഗത്തുനിന്ന് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഭാഗം ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോസ് പോയി കാണുമ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ഔട്ടാണ്. ഞാൻ ഓരോ ഭാഗവും ക്ലാസ് എടുത്തിട്ടുണ്ട്, അതിന് നോട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു പാഠം നമുക്ക് എന്തായാലും നമ്മുടെ ചാപ്റ്ററിൽ ഒരു കാര്യം പ്രതീക്ഷിക്കാം, ഒരു എക്സ്പീരിമെൻറ്റ് എഴുതേണ്ടത്. അത് കഴിഞ്ഞ പ്രാവശ്യം ആസിഡ്സ് ആൻഡ് ബേസസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് ഏതിന്ന് വേണമെന്നുണ്ടെങ്കിലും ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു പാഠമായിക്കോട്ടെ, ഏതൊരു പാഠമായിക്കോട്ടെ, വെറുതെ ടെക്സ്റ്റ് ബുക്ക് നല്ല രീതിക്ക് വായിക്കുക. വെറുതെ വായിച്ച് വിടാനല്ല പറഞ്ഞത്, നല്ല രീതിക്ക് വായിച്ചിട്ട് അതിൻ്റെ ആൻസേഴ്സും പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തിട്ട് തന്നെ പോകണം. അതുപോലെ എക്സ്പീരിമെൻറ്റ്, നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള എക്സ്പീരിമെൻറ്റ് തന്നെയാണ് ചോദിക്കുക എന്നാണ് ഒരിത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും എയിമും അവർ തരും. അപ്പോൾ ആ ഒരു ഭാഗം നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് വരുന്നൊരു ഭാഗമാണ് ഈ കളർ ചേഞ്ച് പറയേണ്ടത്. ഇപ്പോൾ ഒരു ലിക്വിഡിൽ കളർ ചേഞ്ച്, വിനീഗറിൽ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ മുക്കിക്കഴിഞ്ഞാൽ ഏത് കളറായിട്ട് ചേഞ്ച് ചെയ്യും എന്നുള്ള ആ ഒരു ഭാഗമില്ല, ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബോക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ആസിഡ്സ്, എന്താണ് ബേസസ്, ഇതിന് ലിറ്റ്മസ് പേപ്പറിന് വരുന്ന കളർ ചേഞ്ചേഴ്സ്, അതേപോലെ നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഏതൊക്കെയാണ് യൂസ് ചെയ്യണതെന്ന് കേട്ടോ നമ്മൾ കറക്റ്റായിട്ട് പഠിച്ചിട്ടുണ്ട്. ഈ ഒരു ബോക്സ്, ഈ ഒരു എക്സ്പീരിമെൻറ്റിൽ ലിക്വിഡ് ടെസ്റ്റ് വിനീഗറിൽ ഫിനോഫ്തലിനും മീഥൈൽ ഓറഞ്ചും ആഡ് ചെയ്യുമ്പോൾ വരുന്ന ചേഞ്ച്, കളർ ചേഞ്ച് കറക്റ്റായിട്ട് എഴുതണം കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു ഭാഗത്തു നിന്ന് ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. പിന്നെ നമ്മൾ സോപ്പ് മേക്കിങ്ങിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. പിന്നെ ആസിഡ്സിൻ്റെ പ്രത്യേകതകൾ എന്താണ്, ബേസസിൻ്റെ പ്രത്യേകതകൾ എന്താണ്. അപ്പോൾ ആസിഡ്സിൽ എന്താ, ടേൺ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ റെഡ് ആവും. അതേപോലെ ബാക്കിയുള്ള പോയിൻറ്റ്സ് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നോട്ടൊന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, ബേസസിൻ്റെ പോയിൻറ്റ്സ് എന്താണ്, പ്രോപ്പർട്ടീസ് എന്താണെന്ന് നോക്കാം. പിന്നെ നമുക്ക് പറയാനുള്ളത് കുറച്ച് ഇതുപോലെ ഓറഞ്ച് ജ്യൂസ്, റൈസ് സൂപ്പ്, ബ്ലാക്ക് ടീ, ഗ്രേപ്പ് ജ്യൂസ്, ടൊമാറ്റോ ജ്യൂസ്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ തരും. ഇതിൽ കളർ ചേഞ്ച്, എന്തൊക്കെ കളർ ചേഞ്ചാണ് അവിടെ വരുന്നത്, ലിറ്റ്മസ് പേപ്പർ ചേഞ്ച് ചെയ്യുമ്പോൾ എന്തെല്ലാം കളർ ചേഞ്ചാണ് വരുന്നത് എന്ന് നിങ്ങൾ നോക്കിയിട്ട് എഴുതുക. ഓക്കെ, ആ ഒരു ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ നമുക്ക് വരുന്നതാണ് ആസിഡ്സ് ഇൻ ഫുഡ് ഐറ്റംസ്. ഓരോ ഫുഡ് ഐറ്റംസിൽ വരുന്ന ആസിഡ്സ്, കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ടാമറിൻ വരുന്ന ആസിഡ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ വന്നത്. അപ്പോൾ ഇപ്രാവശ്യം നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചോദിക്കാം. പിന്നെ ടാമറിനെ റിലേറ്റ് ചെയ്തിട്ടൊരു ക്വസ്റ്റ്യൻ, അതായത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മളുണ്ട് അല്ലേ, നമ്മൾ ഈ ടാമറിൻ്റെ എർത്തേൺ പോട്ട്സിലാണ് ഇട്ട് വെക്കുക. കാരണം എന്താണ്, കോപ്പർ പോട്ട്സിൽ ഇടാൻ പറ്റാത്തത്, ടാമറിനിൽ ഉണ്ടാവുന്ന ആസിഡ് മെറ്റൽ പോട്ട്സായിട്ട് റിയാക്ട് ചെയ്തിട്ട് അവിടെ ഒരു പോയ്സണസ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഫോം ചെയ്യും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എർത്തേൺ പോട്ടിൽ ഇട്ട് വെക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ആ ഒരു ഭാഗത്തു നിന്ന് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്, അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ നമ്മുടെ ഈ ബോക്സ് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചതാണ്. അതിൽ നമ്മുടെ ടാമറിൻ്റെ ചോദിച്ചിട്ടുണ്ട്, ആപ്പിൾ ചോദിച്ചിട്ടുണ്ട്, ഗൂസ്ബെറി ചോദിച്ചിട്ടുണ്ട്, ടൊമാറ്റോ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓരോ ഫുഡ് ഐറ്റവും അതിൽ അടങ്ങിയിട്ടുള്ള മെയിൻ ആസിഡ് ഏതാണെന്നുള്ള പേരും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒന്നെങ്കിൽ പെയറായിട്ട് എഴുതാനാവും വരിക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മോഡൽ തരും എന്നിട്ട് എഴുതണം. അപ്പോൾ ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് അതിനപ്പുറം ഒന്നും പുറത്തുനിന്ന് ചോദിച്ചിട്ടില്ല. അപ്പോൾ ടെക്സ്റ്റിലുള്ളത് തന്നെയാണ് ചോദിക്കുന്നത്, പക്ഷെ ഒരിക്കലും ഡയറക്റ്റായിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ പോലെ എന്തുകൊണ്ടാണ് ടാമറിൻ്റെ എർത്തേൺ പോട്ടിൽ ഇട്ട് വയ്ക്കുന്ന ഒരു
ഒരു കുട്ടി പറയുന്നു അവൻ എർത്ത് ആൻഡ് പോട്ടിലാണ്, മറ്റേ കുട്ടി മെറ്റൽ പാത്രത്തിലാണ്. അപ്പോൾ ആരുടെ ഒപ്പീനിയനാണ് നിങ്ങൾ എഗ്രി ചെയ്യുന്നത്? ഒബ്വിയസ്ലി നമ്മൾ ആ ബോയുടെ ഒപ്പീനിയൻ ആയിരിക്കും എർത്ത് ആൻഡ് പോട്ടിലാണ്. നമ്മൾ ഈ ഒരു ഭാഗം വായിച്ചപ്പോൾ പറഞ്ഞതാണ്. സോ എന്താണ് കാരണം? അപ്പോൾ നമ്മൾ ആ ഒരു സന്ദർഭം എക്സ്പ്ലെയിൻ ചെയ്യുക വേണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് വയ്ക്കുന്നു. പിന്നെ നമ്മൾക്ക് ചോദിക്കാനുള്ളത് ഏതൊക്കെ ആസിഡ്സ് ആണുള്ളത്, ഏതൊക്കെ ബേസസ് ആണെന്നുള്ളത് എക്സാമ്പിൾസ് അറിഞ്ഞിരിക്കണം. ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, അസിറ്റിക് ആസിഡ്. ബേസസ് ആയിട്ട് വരുന്നത് കാൽസ്യം ഹൈഡ്രോക്സൈഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ഹൈഡ്രോക്സൈഡൊക്കെ ബേസസ് ആണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ ആസിഡൊക്കെ നമ്മുടെ കയ്യിൽ തട്ടിക്കഴിഞ്ഞാൽ പൊള്ളും. അപ്പോൾ നമ്മൾ ഇതൊന്നും തട്ടാണ്ടിരിക്കാൻ നമ്മൾ എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം? ആ പ്രിക്കോഷൻസ് ഈ കറക്റ്റ് ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത്. എന്താണ്? ഏതെങ്കിലും 4 പോയിന്റ് എഴുതാനൊക്കെ ചോദിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ ആവശ്യത്തിന് പഠിച്ചിട്ട് പോവുക. മനസ്സിലായ? അപ്പോൾ ആ ഒരു ഭാഗത്ത് പ്രിക്കോഷൻസ് എന്തൊക്കെ എടുക്കണം എന്നുള്ളത് പഠിച്ചിട്ട് പോവുക. പിന്നെ നമ്മൾ ഈ കളർ ചേഞ്ച് എന്തായാലും ഒന്ന് നോക്കിയിട്ട് പോക്കോട്ടോ, ഇൻഡിക്കേറ്റേഴ്സ്. അപ്പം മീഥൈൽ ഓറഞ്ച് ഹൈഡ്രോക്ലോറിക് ആസിഡിൽ വരുമ്പോൾ എന്ത് കളർ ചേഞ്ച് ആണ് ഉണ്ടാവുന്നത്? അപ്പോൾ അതൊക്കെ പഠിച്ചിട്ട് പോവാം. പിന്നെ ബോഡിയിലുള്ള ആസിഡ്സ് ഈ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. പിന്നെ നിങ്ങൾക്ക് എഴുതാൻ വന്നിട്ടുള്ള എക്സ്പീരിമെൻറ്റ്, ഈ ഒരു എക്സ്പീരിമെൻ്റ് ആണ്. നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് മാഗ്നീഷ്യം സ്ട്രിപ്പ് വിനീഗർ ആഡ് ചെയ്തിട്ട് മാഗ്നീഷ്യം സ്ട്രിപ്പ് ഇട്ടിട്ട് നമ്മൾ തമ്പ് വെച്ചിട്ട് ക്ലോസ് ചെയ്തേക്കും. മാച്ച് സ്റ്റിക്ക് കൊണ്ടുവരുമ്പോൾ മാച്ച് സ്റ്റിക്ക് കത്തും ഒരു പോപ്പ് സൗണ്ട് കൊണ്ട്. സോ അത് എന്താണ് ഉണ്ടാകുന്നത്? അവിടെ ഒരു ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. അതാണ് അതിൻ്റെ ഫൈനൽ റിസൾട്ട്. ഈ എക്സ്പീരിമെൻറ്റ് നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ല, എക്സ്പീരിമെൻറ്റ് എന്തായാലും ചോദിക്കും. ഓക്കെ, ആസിഡ്സിൻ്റെ പ്രോപ്പർട്ടീസ്, ബേസിസിൻ്റെ പ്രോപ്പർട്ടീസ് നിങ്ങൾ പഠിക്കുക. എന്താണ് ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. എന്താണ് ആസിഡിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണ്? സോർ ടേസ്റ്റ്, അതുപോലെ കുറേ പ്രോപ്പർട്ടീസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആസിഡ്സിൻ്റെ യൂസസ്, അതേപോലെ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത് ആസിഡ്സിൻ്റെ യൂസസാണ്. അപ്പോൾ ഇപ്രാവശ്യം പോകുമ്പോൾ ആസിഡ്സിൻ്റെ യൂസസ് പ്ലസ് ബേസിസിൻ്റെ യൂസസും കൂടി പഠിച്ചിട്ട് വേണം പോവാൻ. ഓക്കെ കേട്ടോ. ആസിഡ്, അപ്പോൾ അസിറ്റിക് ആസിഡിൻ്റെ യൂസ് എന്താണ്, ഫോമിക് ആസിഡിൻ്റെ യൂസ് എന്താണ്, സിട്രിക്, അങ്ങനെ സെപ്പറേറ്റും പഠിച്ചിട്ട് പോയിക്കോളൂ കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഏതെങ്കിലും യൂസസ് എഴുതിയാൽ മതി. പക്ഷെ നമുക്ക് ഇങ്ങനെ ഒരു കോളം കൂടി ഉണ്ട് അല്ലേ, ഓരോ ആസിഡ് സ്പെസിഫൈ ചെയ്തിട്ട് അവരുടെ യൂസസ് എന്താ. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഇപ്രാവശ്യം ട്വിസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ ബേസസും. അപ്പോൾ ഈ ഒരു കോളം പഠിച്ചാൽ തന്നെ നമുക്ക് കോമൺ ആയിട്ട് ബേസസിൻ്റെ യൂസ് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ഗ്ലാസ് മാനുഫാക്ചറിങ്, അല്ലെങ്കിൽ ടു മേക്ക് സോപ്പ്, ടു മേക്ക് സോഫ്റ്റ് സോപ്പ്, മെഡിസിൻസ്, ഇതൊക്കെ നമുക്ക് എഴുതാം. ഓക്കെ, അതേപോലെ സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ബേസ് ഏതാണ്, മെഡിസിൻസ് യൂസ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കുന്ന ബേസ് ഏതാണ്, അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ട് പോണേ. അഗെയിൻ ഒരു എക്സ്പീരിമെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എക്സ്പീരിമെൻറ്റ് കഴിഞ്ഞ പ്രാവശ്യം ആ എക്സ്പീരിമെൻ്റ് ആണ് ചോദിച്ചത്. സോ ഈ ഒരു എക്സ്പീരിമെൻറ്റ് നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് പോവാം കേട്ടോ. ഈ ഒരു എക്സ്പീരിമെൻറ്റ് നന്നായിട്ട് വായിക്കുക. ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്താണ്. ടർമറിക് ഒരു നാച്ചുറൽ ഇൻഡിക്കേറ്റർ ആണെന്നറിയാം. സോ ഈ ഒരു എക്സ്പീരിമെൻറ്റും ഇവിടെയും അഗെയിൻ ഒരു എക്സ്പീരിമെൻ്റ് ആണ് വരുന്നത്. അത് നോക്കുക. പിന്നെ ഓരോ പാർട്ട് ഓഫ് ദി പ്ലാന്റും അതിൻ്റെ നാച്ചുറൽ കളറും അത് ആസിഡിൽ മുക്കുമ്പോഴും ബേസിൽ വരുമ്പോഴും ഉണ്ടാവുന്ന കളറും ഒന്ന് നോട്ട് ചെയ്തിട്ട് പോവുക കേട്ടോ. പിന്നെ ഈ പതിമുഖം വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ എന്താ ഉണ്ടാവുക? അവിടെ ഉണ്ടാവുന്നത് ചില വിനീഗർ കാര്യങ്ങൾ അതിലേക്കൊക്കെ ആഡ് ചെയ്യുമ്പോൾ അവിടെ അസിഡിക് സൊല്യൂഷനാണ് ഉണ്ടാവുന്നത്. സോ അതിൻ്റെ പെക്യുലാരിറ്റി എഴുതാൻ പറയുമ്പോൾ എന്തിൻ്റെ എഴുതേണ്ടത്? അസിഡിക് സൊല്യൂഷൻ്റെ എഴുതണം. നമുക്ക് കറക്റ്റായിട്ട് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ പതിമുഖം വാട്ടറിനെ വെച്ചിട്ടുള്ള ഒരു ഭാഗം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ അത് ആഡ് ചെയ്തുമ്പോൾ ഉണ്ടാകുന്ന സൊല്യൂഷൻ എന്താണ്, അതിൻ്റെ പെക്യുലാരിറ്റീസ് എന്തൊക്കെയാണെന്ന് ക്ലാസ്സിൽ പറയുന്നുണ്ട്. ആ ഒരു ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ ഒബ്വിയസ്ലി പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ നമുക്ക് പറയുക, ജനറലായിട്ട് പറഞ്ഞാൽ നമുക്ക് ആസിഡ്സിൻ്റെ നമുക്ക് ഇതേ പാഠത്തിലെ എക്സ്പീരിമെൻറ്റ്സ് എല്ലാ എക്സ്പീരിമെൻറ്റ്സും നല്ല രീതിക്ക് വായിച്ച് മനസ്സിലാക്കി എഴുതാൻ കിട്ടുന്ന രീതിയിൽ വേണം പോവാൻ, എക്സാമിന് പോവാൻ. പിന്നെ ആസിഡ്സിൻ്റെ ബേസസിൻ്റെ യൂസസ് സെപ്പറേറ്റ് ഇന്ന ആസിഡാണെന്ന് എടുത്ത് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഓരോ ആസിഡിൻ്റെയും യൂസസും കൂടി നിങ്ങൾ പഠിച്ചിട്ട് വേണം പോവാൻ. പിന്നെ നമുക്ക് എന്ത് പറയാം, ഓരോന്നിൽ വരുന്ന കളർ ചേഞ്ചസ് അതൊന്ന് നോട്ട് ചെയ്യാം. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത്രയും ഭാഗങ്ങളൊക്കെ നല്ല രീതിക്ക്. പിന്നെ ഓരോ ഫുഡ് ഐറ്റംസിൽ വരുന്ന ആസിഡ്സ് ഏതാ, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഭാഗങ്ങളൊക്കെ നോട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു ചാപ്റ്റർ പഠിച്ചിട്ട് എക്സാമിന് പോകാൻ വേണ്ടിയിട്ട്. നല്ല വെയിറ്റേജുള്ള ചാപ്റ്ററാണ്. ഇപ്പോൾ പാടെടുത്തപ്പോൾ മനസ്സിലായിട്ട് കാണുന്ന വയ്ക്കുന്നത് ഒരുവിധം എല്ലാ ഭാഗത്തുനിന്നും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സ് അത്യാവശ്യം വെയിറ്റേജ് ഉള്ളതാണ്. സോ സ്കിപ്പ് ചെയ്യാണ്ട് വളരെ നീറ്റായിട്ട് പഠിച്ചിട്ട് പോവുക. എക്സ്പീരിമെൻറ്റ് ഈ പാഠത്തിൽ നല്ല രീതിക്ക് തന്നെ പഠിച്ചിട്ട് പോവാം കേട്ടോ. ഓക്കെ, താങ്ക് യു.